രവികുമാർ നമ്മൾ 1971 പിരിഞ്ഞത് SSLC കഴിഞ്ഞിട്ട്. അതെ. പിന്നെ എന്തൊക്കെയാണ് കഥ? ഞാൻ 71 തൊട്ട് 76 വരെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റിലായിരുന്നു. പ്രീ ഡിഗ്രിയും അത് കഴിഞ്ഞ് ബികോമും കഴിഞ്ഞ് 76 ജൂണിൽ റിസൾട്ട് വന്നു. ഞാൻ ജൂലൈയിൽ കാൺപൂർക്ക് പോയി. എൻ്റെ ചേട്ടന്മാർ 2 പേരും അവിടെ ഉണ്ടായിരുന്നു. അത് ശരി. നാട്ടിൽ തെണ്ടിപ്പിക്കേണ്ടെന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഞാൻ MCOMന് ചേർന്നു. MCOMന് ചേർന്ന് ഒരു 6 മാസത്തോളം ക്ലാസ്സിന് പോയി. അതിൻ്റെ ഇടയിൽ എനിക്ക് ഡിസംബറിൽ 76 ഡിസംബറിൽ JK സിന്തറ്റിക്സ് എന്ന കമ്പനിയിൽ ജോലി കിട്ടി. പിന്നെ അവിടെ BCom എഴുതിയെടുത്തു, MCOM എഴുതിയെടുത്തു. ഞാൻ റെഗുലർ പോകാൻ പറ്റാറില്ലെങ്കിലും പഠിച്ചെടുത്തു. തിരക്കേണ്ടാത്ത മാർക്ക് കിട്ടി. 85 ഞാൻ JK സിന്തറ്റിക്സ് വിട്ടിട്ട് അവിടെ തന്നെയുള്ളൊരു LML വെസ്പ സ്കൂട്ടർ ഉണ്ടാകുന്ന കമ്പനിക്ക് പോയി. കാരണം എന്താ വെച്ചാൽ ബെറ്റർ പ്രോസ്പെക്ട്സിന് വേണ്ടി പോയതാണ്. കാരണം എന്താ വെച്ചാൽ JK സിന്തറ്റിക്സിൽ അവരുടെ ഞാൻ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവരുടെ മെയിൻ വർക്കൊക്കെ അവർ ഡൽഹിക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവിടുന്ന് അവർ പ്രൊപ്പോസലായിരിക്കും നമ്മളെടുത്ത് ബാങ്കിൽ കൊടുക്കുക, ഫോളോ അപ്പ് ചെയ്യാതായിരുന്നു. LML അപ്പോൾ അന്ന് റൈസിങ് കൺസേൺ ആയിരുന്നു. അവർക്ക് സ്കൂട്ടറിൻ്റെ ലൈസൻസൊക്കെ കിട്ടി നന്നായിട്ട് പോകുന്ന. അപ്പോൾ എൻ്റെ ബോസ് അവിടെ ആയിരുന്നു. അപ്പോൾ അയാൾ വിളിച്ചു കൊണ്ടുപോയി. അവിടെ 2006 വരെ അവിടെ ജോലി ചെയ്തു. 2006 മാർച്ചിൽ ജൂണിലാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അവിടെ കമ്പനി ലോക്കൗട്ടായപ്പോൾ തോന്നുന്നതാണ് നാട്ടിലേക്ക്. അതിൻ്റെ ഇടയിൽ 86 കല്യാണം കഴിഞ്ഞു. ഇവിടെ കിഴക്കമ്പാട്ടുകരയിൽ ഗീത എന്ന് പറഞ്ഞ കുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. 88 എനിക്ക് മൂത്ത മകളുണ്ടായി. അവളുടെ പേര് രജിത എന്നാണ്. അത് കഴിഞ്ഞ് 95 രണ്ടാമത്തെ മോളുണ്ടായി. അവളുടെ പേര് ചിത്ര എന്നാണ്. രജിത ബിടെക് കഴിഞ്ഞ് ഇപ്പോൾ വിപ്രോയിൽ വർക്ക് ചെയ്യുന്നു എറണാകുളത്ത്. ചിത്ര MCOM പാസ്സായി. അവൾ ഇപ്പോൾ ആമസോണിൽ വർക്ക് ചെയ്യുന്നു 5-6 കൊല്ലമായിട്ട് ചെന്നൈയിൽ. ബാക്കി ഇവിടെ വന്നതിന് ശേഷം ഞാൻ 2007 ഡിസംബറിൽ ഇരിങ്ങാലക്കുട KLF നിർമ്മൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനി, ക്രൈസ്റ്റ് കോളേജിൻ്റെ സൈഡിലുള്ള അവിടുത്തെ ഫൈനാൻസ് ഹെഡായിരുന്നു. 2007 അവിടുന്ന് 2007 ഓഗസ്റ്റ് 31 അവിടുന്ന് റിട്ടയർ ചെയ്തു. അതിൻ്റെ ഇടയിൽ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2016 മെയ്യിൽ ഒരു ദിവസം ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ കുറച്ച് നെഞ്ഞുവേദനയൊക്കെ തോന്നി. ഗ്യാസാണെന്ന് വിചാരിച്ച് ഡയജിനൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കുഴപ്പമുണ്ടായില്ല. പിറ്റേഴ്സ് നടക്കാൻ പോകുമ്പോൾ വീണ്ടും പ്രശ്നം വന്നു. എന്നിട്ട് ഇവിടെ പെരുമ്പളിശ്ശേരിലൊരു രോഹിണി ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കണ്ടപ്പോൾ അയാളൊരു ECG എടുക്കാൻ പറഞ്ഞു. ECG എടുത്തപ്പോൾ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ഇവിടെ പോയി മിഷൻ ആസ്പത്രിയിൽ പോയി. അങ്ങനെ നോക്കി ഇപ്പോൾ 2 ബ്ലോക്ക് ഉണ്ട്. എൻജിയോഗ്രാം കഴിഞ്ഞപ്പോൾ 2 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ തന്നെ എൻജിയോപ്ലാസ്റ്റി ചെയ്തു. പിന്നെ കുറച്ച് കാലം റെസ്റ്റായിരുന്നു. ഒരു 10-15 ദിവസം റെസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. അന്ന് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് പോയിരുന്നത്. വൈഫിൻ്റെ വീട്ടിലായിരുന്നു. ഇവിടെ അവിടെ കൂടെ ആൾക്കാരുണ്ടല്ലോ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പോണ വഴിക്ക് എനിക്ക് ചെറിയൊരു അസ്വാസ്ഥ്യം തോന്നി വഴിയിൽ. അപ്പോൾ അന്ന് ഉപ്പുമാവും കടലയാണ്, പുട്ടും കടലയാണ് കഴിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി നിർത്തി നോക്കി. പൂച്ചിനെപ്പാടത്ത് വണ്ടി നിർത്തി നോക്കിയപ്പോഴും ആ അസ്വാസ്ഥ്യമുണ്ട്. എന്നിട്ട് ഞാൻ തിരിച്ചിവിടെ വന്ന് ചേട്ടനെ വിളിച്ചിട്ട് ഡ്രൈവറെ കൂട്ടി വീണ്ടും ഷാപ്പിൽ പോയി. അവിടെ നിന്ന് അവർ ECG ഒക്കെ എടുത്തപ്പോൾ ഒരു ബ്ലോക്ക് കൂടി ഉണ്ട്. അത് ആദ്യം എൻജിയോപ്ലാസ്റ്റി ചെയ്തപ്പോൾ 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒന്ന് ചെറുതായിരുന്നു. അത് മരുന്നുകൊണ്ട് മാറുന്നു പറഞ്ഞു. അത് മാറാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഓപ്ഷൻ ബൈപ്പാസുകൾ വന്നു. അങ്ങനെ 2017 ജൂലൈയിൽ ബൈപ്പാസും കഴിഞ്ഞു. 16 ജൂലൈയിൽ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. മോർണിംഗ് വാക്ക് ഉണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. അത് കാരണം BPയും ഷുഗറൊക്കെ അത്യാവശ്യം കുറേശ്ശേ ഉണ്ട്. ബോർഡർ ലൈനാണ്, അധികമൊന്നുമില്ല. അത് കാരണം ഹാർട്ടിനും കൊളസ്ട്രോളിനും ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ. പക്ഷെ എന്നാലും മരുന്ന് കഴിക്കണം, ലൈഫ് ലോങ് കഴിക്കണം. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു മൂത്ത മകൾക്ക് 2 കുട്ടികളുണ്ട്. അവളെ കല്യാണം കഴിച്ചിട്ട് നിലമ്പൂരിൽ നിന്ന് ഉള്ള പയ്യനാണ്. അയാൾ കോഗ്നിസെന്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം 2 കൊല്ലമായിട്ട് US-ലാണ്. അവർ ബാംഗ്ലൂരായിരുന്നു ആദ്യം. ചെന്നൈയിൽ രണ്ടാമത്തെ മകൾ. ഞങ്ങളുടെ രണ്ടാമത്തെ മകളുടെ മൂത്ത മകളുടെ ഹസ്ബൻഡ് ഇപ്പോൾ 2 കൊല്ലമായിട്ട് US ഓൺ സൈറ്റ് പോയിരിക്കുകയാണ്.
അവൾക്ക് 2 കുട്ടികളാണ്, ട്വിൻസാണ്, 2 പെൺകുട്ടികൾ. ഇപ്പോൾ 9 വയസ്സായി അവർക്ക്, അറിയാം അറിയാം 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കാണാറുണ്ട്. രണ്ടാമത്തെ അവളുടെ 2021 കല്യാണം കഴിഞ്ഞത്. കൊറോണ കാരണം കാര്യമായിട്ട് വിളിക്കാൻ പറ്റിയില്ല. അവളെ കല്യാണം കഴിച്ചിട്ട് തിരുവല്ലാമലയുള്ള പയ്യനാണ്. അയാള് ചെന്നൈ കോഗ്നിസന്റിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് 2-2.5 വയസ്സായ ഒരു മോനുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പം നമ്മുടെ പണി. ഇപ്പോൾ ചെന്നൈയും കാക്കനാടും സന്ദർശിക്കും. അതെ അതെ, കാക്കനാട് ഇപ്പം അങ്ങനെ പോണ്ടി വരാറില്ല. കാരണം എന്താ വെച്ചാൽ അവളുടെ ഇൻലോസ് കൂടെ ഉണ്ട്. ഇവിടെ ചെന്നൈയിലാണ് ഇപ്പോൾ അധികവും ഡ്യൂട്ടി. അതിപ്പോൾ ഇപ്പോൾ അവൻ്റെ അമ്മയുണ്ട് അവിടെ, മരുമകൻ്റെ അമ്മയുണ്ട്. അവർ ഇപ്പം 3 മാസമായി. ഇപ്പോൾ അവരെ റീപ്ലേസ് ചെയ്യണം. 9-ാം തീയതി പോവാണ് ഞാൻ. ഇവിടുത്തെ ഇൻവോൾവ്മെന്റ്സ് എന്തൊക്കെയാണ്? ബേബി സിറ്റിംഗ് അല്ല, അവിടെ പയ്യൻ ഭയങ്കര വികൃതനാണ്. അതുകൊണ്ട് ബേബി ചേസിംഗ് ആണ്. ബേബി ചേസിംഗ് ആണ്, ബേബി സിറ്റിംഗ് അല്ല. ഇവിടെ നിങ്ങളുടെ നേരം പോക്ക് എന്താണ്? ഇവിടെ ഞാൻ 2006 കാൺപൂരിൽ നിന്ന് വന്നിട്ട് ഒരു കൊല്ലം വെറുതെ ആയിരുന്നു. കാരണം ഞാൻ അവിടെ പ്യുവർ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അക്കൗണ്ട്സ് വർക്ക് ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല അക്കൗണ്ട്സിൽ പ്രാക്ടീസ്. കേരളത്തിൽ അതുപോലത്തെ പോർട്ട്ഫോളിയോയുള്ളൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ പറഞ്ഞിട്ട് HDFC ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു കൺസൾട്ടന്റായി. അത് കഴിഞ്ഞൊരു 6 മാസം ജോലി ആയപ്പോൾ പിന്നെ അത് ആക്റ്റീവ് ആയിരുന്നില്ല അതിൽ. വല്ലപ്പോഴും പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം 2 കൊല്ലം വളരെ ആക്റ്റീവായിരുന്നു. ഞാനൊരു സിൽവർ ക്ലബ് മെമ്പറും നാഷണൽ കോൺഫറൻസ് ഇടയ്ക്ക് ബോംബെക്ക് പോയി ക്രൂയിസിലായിരുന്നു. പെർഫോമിംഗ് ആണെന്ന് അന്ന് പെർഫോമിംഗ് ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു കൺസൾട്ടൻ്റാണ്. അതങ്ങനെ ചെയ്യണം. അപ്പോൾ സന്തോഷമായിട്ട് സുഖമായിരിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇതിപ്പോ ഈ നമ്മുടെ പുനർജനിക്ക് വേണ്ട ആദ്യത്തെ വീഡിയോ ആണ്, ആദ്യമായിട്ട് എടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ അടുത്ത ആൾക്കാർക്കും വേണ്ടി. താങ്ക് യു വിഷ്ണു. നമ്മുടെ ഗെറ്റ് ടുഗദർ 3ാമത്തെ ഗെറ്റ് ടുഗദർ ഓഗസ്റ്റ് 15 ഞാൻ 9-ാം തീയതി ചെന്നൈക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല. എങ്കിലും ചടങ്ങുകളും ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. ആയിക്കോട്ടെ, സന്തോഷം. താങ്ക് യു.